ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കണം. ഞാൻ ഒട്ടുകളായിട്ട് കേട്ടോ. ഇന്ന് എൻ്റെ കസിൻ അറിയട്ടോ, സർപ്രൈസ് തരാൻ വേണ്ടി ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. പക്ഷെ അറിഞ്ഞില്ലല്ലോ, എൻ്റെ ഇട്ടോ ഓൾറെഡി പറഞ്ഞു അരോട്ട വരുന്നുണ്ട്. അതുകൊണ്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ എങ്ങോട്ട് എയർപോർട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ ഒരൊറ്റ ഐഡിയ ഇല്ല. അരോട്ടയുടെ വിചാരം എല്ലാവർക്കും നാട്ടിലേക്ക് വന്ന് കഴിഞ്ഞ വട്ടം എൻ്റെ കല്യാണ സമയത്ത് വന്നപ്പോൾ എല്ലാവരും ഞെട്ടിച്ചിരുന്നു. അതേപോലെ പ്രാവശ്യം വന്ന് ഞെട്ടിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. പക്ഷെ ഞാൻ മണപ്പറഞ്ഞുകൊണ്ട് ഞാനും വെയിറ്റ് ചെയ്യുന്നത് അരോട്ടയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയതായിട്ട് എയർപോർട്ടിൽ. അരോട്ടയ്ക്ക് ചൈ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ പറയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും എൻ്റെ ഫാമിലി അറിഞ്ഞു. അതുപോലെ അച്ഛനമ്മമാർക്കും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അരോട്ട എത്തിയെന്ന് അറിഞ്ഞത് മുംബൈയിൽ നിന്നാണ്. കുവൈറ്റിൽ നിന്ന് മുംബൈയിലോട്ട് വന്ന് മുംബൈയിൽ നിന്നാണ് കേട്ടോ കൊച്ചിയിലേക്ക് വന്ന് ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഇതാ വരുന്നു കക്ഷി. ആ മുഖത്തിൽ അങ്കലാപ്പ് എന്തായി പട്ടേ എന്നുള്ള ജോലിയപ്പം നോക്കാനായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം ഒരു വർഷത്തിൽ ശേഷം അവരോട്ട് കാണുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ കല്യാണത്തിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞ് അവരോട് തിരിച്ച് പോകാനുണ്ടായതുകൊണ്ട് അധികം എൻജോയ് ചെയ്യുന്ന പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫലൂഡയൊക്കെ കഴിക്കാനുള്ള പ്ലാനിൽ വിശന്നിട്ട് ഫലൂഡ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ വീട്ടിൽ പോയി നേരെ പോകുന്നത് ജൂലി കണ്ടിട്ട് ഒരു വർഷമായിരുന്നു. ജൂലിക്ക് അതിൻ്റെതായ എല്ലാ സ്നേഹപ്രകടനങ്ങളും ഉണ്ടായിരുന്നു. മേലത്ത് സ്നേഹത്ത് ചാടി മറിയാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മരോട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ അവളുടെ സ്നേഹപ്രകടനങ്ങൾക്കൊട്ടുകിൽ തിരിച്ച് വല്യമ്മ കാണാൻ പറ്റും. വല്യമ്മയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വല്യമ്മ ചെറിയൊരു ക്ലൂ ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ടൈമിൽ പുറത്തു വന്ന് നിൽക്കണം. അവിടെ ഒരേ ചീത്തയായിരുന്നു കേട്ടോ. എന്തൊക്കെയോ അറിയുന്നുണ്ടായിരുന്നു. എനിക്കിവിടെ ഫുഡില്ല പറയാതെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് കഴിയായിരുന്നു. നേരെ പേര് തറവാട്ടിലോട്ട് പോയിട്ടോ. അവിടെ നിയമമാർക്ക് ഒരാൾക്കറിയാം, കാരണം വരുന്ന വഴി ഞങ്ങൾ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചിക്കും പെരുമാൾക്ക് ക്യാൻസർ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവരോട്ട് ഓടുന്നു. ചേച്ചി വിചാരിച്ചു എൻ്റെ ഏട്ട ഓൾറെഡി നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അക്ഷയട്ടാണെന്ന് പറഞ്ഞിട്ട് അക്ഷയുടെ ഇവിടെ തപ്പ് കേട്ടോ. അതോട്ട് അക്ഷയുടെ ഇവിടെ ബാക്കിലേക്ക് നിന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ, ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അതാണ് കാണുന്നത് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത എക്സ്പ്രഷനൊക്കെ ഇട്ട് പൊതിരെ തല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എന്നടുത്ത് ആരും പറഞ്ഞില്ല എന്നൊക്കെയുള്ളതായിരുന്നു. ഫുൾ നല്ല ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ. ഏട്ട സൈഡിലൂടെ ഒന്ന് നൈസായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം ഏട്ട വന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സർപ്രൈസ് ആവാൻ മാത്രമൊന്നുമില്ല. നിങ്ങൾ വിളിച്ച് പറഞ്ഞു, നാട്ടിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ചേച്ചിക്ക് അരോട്ട വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല. ഊർമ്മളെന്ന വഴിയിൽ ഞങ്ങൾ സർപ്രൈസ് കൊടുത്ത് കണ്ടിട്ട് അരോട്ടയാണെന്ന് മനസ്സിലായത് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയായി. നിങ്ങൾ കസിൻസ് 2 പേർക്ക് കൂടി ഉണ്ട്, അജയും അശ്വിനും. പക്ഷെ അവർ തറവാട്ടിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നീട് സർപ്രൈസ് കൊടുക്കും. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയിട്ട് അത്രയ്ക്കുള്ള അടുത്ത വീഡിയോ കാണുന്നത്.